ഞങ്ങൾ ജീസസ് യൂത്തിൽ നിന്നാണ്. ഡിനോ, മാമൻ, ഡോക്ടർ ഫിൻഡു, ഞങ്ങൾ പാർലമെന്റ് സ്റ്റഡി. ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം ഇങ്ങനെ നാഷണൽ മാച്ച് ഫോർ ലൈഫ് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ്, റൈസ് അവർ വോയിസ് ഫോർ ദ വോയിസ്ലെസ്. ഞങ്ങൾ എല്ലാ വർഷവും നോക്കിക്കുന്ന ഒരു സമയമാണിത്. കം ആസ് എ ബിഗ് ഗ്യാതറിംഗ് ടു റൈസ് അവർ വോയിസ് ടു പ്രൊട്ടക്ട് ദ അൺബോൺ ബേബീസ്. ആദ്യമായിട്ടാണോ? അല്ല, 2022 ഡൽഹിയിൽ ഉള്ളപ്പോൾ മുതൽ ഞങ്ങൾ എല്ലാ മാസങ്ങളിലും പങ്കെടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പൂനെയിലായിരുന്നു, ഇപ്പോൾ എവിടെയാണ്, അടുത്ത വർഷം ബാംഗ്ലൂരിലായിരിക്കും. അനു, നമുക്കെല്ലാം പ്രോ ലൈഫിനെ കുറിച്ച് വളരെയധികം കേരളത്തിൽ പരിചയപ്പെടുത്തിയ ആളാണ് ഡോക്ടർ ഫിൻഡോ. യൂട്യൂബുകളിലൂടെയും ഒത്തിരിയേറെ ക്ലാസ്സുകളിലൂടെയും. ഫിൻഡോ ഡോക്ടർക്ക് എന്തായാലും തൃശ്ശൂരിൽ ഈ മാർച്ച് ഫോർ ലൈഫ് റാലി നടക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ടാവും. ഡോക്ടറുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കാരണം പ്രോ ലൈഫിനെ കുറിച്ച് കേരളത്തിൽ ഇത്രയേറെ അവബോധം നൽകാൻ പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്ത ഒരാളെന്നുള്ള നിലയിൽ ഡോക്ടറുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ജീവന് വേണ്ടി നമ്മൾ ശബ്ദിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ അനേകം ജീവനുകൾ രക്ഷപ്പെടും. നമ്മൾ ജീവന് വേണ്ടി മുന്നിട്ടിറങ്ങണം. ജീവനെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. ജീവനെതിരായി ഒരുപാട് പേര് ശബ്ദിക്കുന്നുണ്ട്. അവർ ന്യൂനപക്ഷമാണെങ്കിലും അവർ ഉറക്കെ ശബ്ദിക്കുന്നു. ഭൂരിപക്ഷമായ ജീവന് സംരക്ഷിക്കുന്നവർ നിശബ്ദരായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ അബോർഷൻ ഇവിടെ നടക്കുന്നത്. നമ്മൾ ശക്തമായിട്ട് ജീവന് വേണ്ടി സംരക്ഷിക്കാൻ നിന്നു കഴിഞ്ഞാൽ ജീവനെതിരെയുള്ളവരുടെ ഉറക്കെയുള്ള ശബ്ദങ്ങൾ കെട്ടടങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഡോക്ടറെ കണ്ടതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. താങ്ക് യു.